Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റീഡിങ്സ് കാണാനായിട്ട് ശ്രമിക്കുക. ചാനലിന് അതൊരു സപ്പോർട്ടും കൂടിയാണ്, നിങ്ങളുടെ എനർജിയും കൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ നിമിഷം മുതൽ തന്നെ ഈ വ്യക്തി തകർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ മറക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, ഏതവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ, ഈ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും തോൽവികൾ സംഭവിച്ചിട്ടുണ്ടോ, തോൽവികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അതിൻ്റെ നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. വാവ്, 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സണ് ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ പേഴ്സണ് ഒരുപാട് വ്യക്തികൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പോലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് ഈ വ്യക്തി വെക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഫിസിക്കലി വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ജോലിയായിരിക്കാം, ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സംസാരം മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കാം. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കര ചൂസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഒരുപാട് ഓപ്ഷനിൽ നിന്നും നല്ലത് തിരഞ്ഞെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ എപ്പോഴും അനലൈസ് ഇരുന്ന ഒരു സ്വഭാവമായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, നിങ്ങളെ നന്നായിട്ട് പരീക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കുക, നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്ന് നോക്കുക. അങ്ങനെ എപ്പോഴും ഒരു എക്സാമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ പേഴ്സൺ ആ ഒരു കാര്യത്തിൽ കുറച്ച് അഹങ്കരിച്ചിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് മുഴുവനുമായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടണമായിരുന്നു. ആ ഒരു ക്ലാരിറ്റി ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എന്തിൻ്റെയൊക്കെയോ ഒരു ക്ലാരിറ്റി, എന്തിൻ്റെയൊക്കെയോ ഒരു പൂർണ്ണത അത് ഈ വ്യക്തിക്ക് വേണമായിരുന്നു. മനസ്സിലായോ? അത് ഈ വ്യക്തിക്ക് വേണമായിരുന്നു, അത് ഈ വ്യക്തിക്ക് ലഭിച്ചു എന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാവ്, കമ്മിറ്റ്മെന്റ് ആണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്, അത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. അതായത് ഇപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതൊന്നും വലിയൊരു വിഷയമല്ല, വലിയൊരു പ്രശ്നമല്ല. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഈ പേഴ്സൺ എന്തോ വലിയ സംഭവമാണ്,
ഈ പേഴ്സൺ ആരുടെയും ആവശ്യമില്ല, ആരുടെയും സ്നേഹത്തിന്റെ ആവശ്യമില്ല, ഇനി ആരും കൂടെ ഇല്ലെങ്കിലും ഈ വ്യക്തി മുന്നോട്ട് ജീവിക്കും എന്നിങ്ങനെയുള്ള വളരെ ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ തന്നെ വേണം എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. കാരണം ഈ പേഴ്സന് താല്പര്യമില്ല ഇനി ജീവിതത്തിൽ ഒറ്റപ്പെടാനായിട്ട്. കാരണം വളരെ റോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ കൂട്ടുകൂടിയിരുന്നത്. അപ്പോൾ റോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവര് ഈ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് വേറെന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടിട്ടാണ്. അതായത് ഈ പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് പണം ഉണ്ടാകാം. അപ്പൊ പണം കണ്ടിട്ടായിരിക്കാം, സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം, പുറമേ ഉള്ള ഒരു ആകർഷണം കൊണ്ട് മാത്രമായിരിക്കാം. അങ്ങനെ ഒരു അട്രാക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ പേഴ്സണെ മറ്റുള്ളവർ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. കാരണം മറ്റാരിലും ഈ വ്യക്തിക്ക് മറ്റാരെയും ഈ വ്യക്തിക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായോ? യെസ്, വികസിപ്പിക്കണം, എക്സ്പാൻഷൻ. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ച് കൂടുതൽ പവർഫുൾ ആയിട്ട് കൊണ്ടുവരണം, കുറച്ച് കൂടുതൽ വിജയത്തിലേക്ക് കൊണ്ടുവരണം, നിങ്ങളായിട്ട് കുറച്ച് കൂടുതൽ അടുക്കണം. അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വികസിപ്പിച്ചെടുത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഏർപ്പെടുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഈ പേഴ്സണ് ശരിയല്ല എന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഒരു ദാക്ഷിണ്യവും കൂടാതെ അത് ഉപേക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് താല്പര്യമില്ല. ബിക്കോസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുകയാണ്. നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ മാത്രമേ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം കുറിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ നമുക്ക് വെഡ്ഡിങ് ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു എല്ലാ റീഡിങ്സിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന്. രണ്ട് കാർഡ്സും നമുക്ക് ഒരുമിച്ച് വെഡ്ഡിങ് ആൻഡ് കമ്മിറ്റ്മെന്റ് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, ആദ്യം നമുക്ക് കമ്മിറ്റ്മെന്റ് കിട്ടി, ഇപ്പതേ വെഡ്ഡിങ് കിട്ടിയിട്ടുണ്ട്. കാരണം ടേക്കിംഗ് യുവർ റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ്. ഒരു വികസനത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഈ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരു വെഡ്ഡിങ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ അതാണ് ഇനിയുള്ള ഒരു ആശ്രയം അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ആശ്വാസം. ഓക്കെ, ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരുപാട് അകന്നായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ പോലും അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുമായിട്ട് ഒരു വെഡ്ഡിങ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോസിബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ ഈ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണോ സ്വപ്നം കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. റിലീജിയസ് ഫാക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത് ചിലവരുടെ കേസിൽ മാത്രം വരുള്ളൂ. ചിലവരുടെ കാര്യങ്ങളിൽ ഇവിടെ എന്താ പറയുക, വിശ്വാസപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ആ ഒരു ഇതായിരിക്കാം, ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ആ ഒരു രീതി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് റിലീജിയസ് പരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അതൊരു പരിധി വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത കുറച്ച് ആൾക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അതായത് ഒരു വ്യക്തി കുറച്ച് കർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റേ വ്യക്തി വളരെ സ്പിരിച്വൽ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ ആത്മീയതയിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വാലിറ്റിയിലല്ല, കുറച്ച് കർമ്മത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് യെസ് അവേക്കനിങ് ആണ്. അപ്പൊ ഇതിൽ ഏതോ ഒരു വ്യക്തി കർമ്മ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്പിരിച്വാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം.
ഇവിടെ കർമ്മങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവേക്കനിങ് പ്രോസസ്സാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അവേക്കനിങ്, അതായത് നമുക്ക് സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ കടക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അവേക്കനിങ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്നേക്കുമായിട്ടുള്ള ഒരു വെളിച്ചമാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള എനർജി വൈബ്രേഷൻസിൽ വേരിയേഷൻസ് വരും, വ്യത്യാസങ്ങൾ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു അവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരും, കൺഫ്യൂഷൻസ് വരും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, നിങ്ങളോട് ദേഷ്യവും തോന്നും, അതേസമയം ഇഷ്ടവും തോന്നും. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇനി ഈ പേഴ്സൺ അല്ല, നിങ്ങളുടെ വ്യക്തിക്കല്ല അവേക്കനിങ് എങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ഈസ് അസസ് ദ സിറ്റുവേഷൻ ആണ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനവും അഭിപ്രായവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതിൽ എന്തൊക്കെ നെഗറ്റീവ് ആണുള്ളത് അതെല്ലാം പരിഹരിക്കുക. മാറ്റിവെക്കുക എന്നുള്ളതല്ല. ഇത്രയും കാലം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് പ്രശ്നങ്ങളെല്ലാം മാറ്റിവെക്കലാണ്. മാറ്റിവെച്ചുകൊണ്ടിരിക്കുക, മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് പരിഹരിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക. പക്ഷെ ഇപ്പോൾ ഇനി അങ്ങനെയല്ല. എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു തടസ്സത്തെ മറികടക്കുക, അതായത് അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുക. ആ പ്രശ്നം ഇനി ഒരിക്കലും പൊട്ടിമുളച്ച് വരരുത്. ആ ഒരു ലെവലിൽ പരിഹരിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുമായിട്ടുള്ള മാരേജ് വരും, നിങ്ങളുമായിട്ട് ഒരുമിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് വരും, എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.